വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നു. കാസർഗോഡ് ജില്ലാ കോടതിയിൽ ബോംബ് ഭീഷണി എന്ന വാർത്ത വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ബോംബ് സ്ക്വാഡും പോലീസും ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ജില്ലാ കോടതിയിലെ ബോംബ് ഭീഷണി എന്നത് ഒരു ഹോക്സ് ന്യൂസ് ആവാനാണോ സാധ്യത? എന്താണ് ഇതിലിപ്പോൾ അന്വേഷണവും പരിശോധനകളൊക്കെ നടക്കുകയാണോ? എന്താണ് വിശദാംശങ്ങൾ? ജിക്ക്, അന്വേഷണവും പരിശോധനകളും നടക്കുകയാണ്. ഇപ്പോൾ ജില്ലാ കോടതിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ എല്ലാവരെയും ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട്. വക്കീലന്മാരും അതുപോലെ തന്നെ എല്ലാവരെയും പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വിക്രം രാജ്ഗുരു @outlook.com എന്ന ഒരു ഐഡിയിൽ നിന്നാണ് ഈ ഒരു ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. മുഹമ്മദ് അസ്ലം വിക്രം തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പേരിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്നത് 3 RDX IEDകൾ ഈ കോടതി കെട്ടിടത്തിന്റെ പ്രധാന സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഉച്ചഭക്ഷണ സമയത്ത് ഈ കോടതിയിൽ ഉച്ചയ്ക്ക് 1:15 മുമ്പ് ഈ ബോംബുകൾ പൊട്ടുമെന്നാണ് ഈ ഭീഷണി സന്ദേശത്തിൽ പറയുന്നത്. ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും ഒക്കെ പരിശോധന നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്ന് എല്ലാവരെയും പുറത്തേക്ക് ഒഴിപ്പിക്കുകയാണ്. ആളുകളെയൊക്കെ തന്നെ പുറത്തേക്ക് ഒഴിപ്പിക്കുകയാണ്. പോലീസും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ പരിശോധന നടത്തുകയാണ്. അഭിഭാഷകർ ചില നമുക്കിപ്പം ചേരുന്നുണ്ട്. എപ്പോഴാണ് ഈ സന്ദേശം വന്നത്? അത് നമുക്കിപ്പോൾ 11 മണിക്കാണ് കോടതി തുടങ്ങുന്നത്. 11 മണിക്ക് നമ്മൾ ഇങ്ങനെ ഡോഗ് സ്ക്വാഡൊക്കെ വന്നിട്ട് ഈ പുറത്തു പോകാനാണ് ആവശ്യപ്പെട്ടത്. എപ്പോഴാണ് വന്നത് പുലർച്ചെ 3-4 മണിക്കെന്നാണ് പറയുന്നത് കേട്ടത്. അതിനുശേഷം നമ്മൾ അഭിഭാഷകരൊക്കെ പുറത്തു പോകണം, ക്ലയൻസും അഭിഭാഷകരും പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ട് 2 ഡോഗ് സ്ക്വാഡുകൾ ഇവിടെ സെർച്ച് നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഏകദേശം അരമണിക്കൂറായി. 11 മണിക്കാണ് കോടതി തുടങ്ങുന്നത്. 11:30 ഇതുവരെ കോടതി തുടങ്ങിയിട്ടില്ല. പുറത്തു പോകാനാണ് ആവശ്യപ്പെട്ടത്. ജിക്കെ, ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഈ ഒരു ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത് തമിഴ്നാട്ടിൽ DMKയും അതുപോലെ തന്നെ പോലീസുമൊക്കെ ഈ തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷന്റെ പ്രവർത്തകരെ അവരെ ഇങ്ങനെ വേട്ടയാടുന്നു, അവരെ ബുദ്ധിമുട്ടിക്കുന്നു. അതിനാൽ ഈ കേരളത്തിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ബോംബുകൾ സ്ഥാപിച്ച് ബോംബുകൾ പൊട്ടുമെന്നൊക്കെയാണ് ഈ ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത്. അത് 3 RDX IEDകൾ ഈ കോടതി സമുച്ചയത്തിന്റെ പല ഭാഗങ്ങളിലും സ്ഥാപിക്കൂ എന്നും പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് 1:15 സമയം പറഞ്ഞിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:15 മുൻപ് ജഡ്ജിമാരെ ഉൾപ്പെടെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് മാറ്റുക. ഏതായാലും അഭിഭാഷകരെയും കോടതി ജീവനക്കാരെയും ഒക്കെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലാ കോടതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബോംബ് ഭീഷണിയെ തുടർന്നാണ് ഇപ്പോൾ അവിടെ പരിശോധന നടക്കുന്നത്. ബോംബ് സ്ക്വാഡും പോലീസും ഒക്കെ പരിശോധന നടത്തുന്ന അഭിഭാഷകരെ ഒക്കെ ആ കെട്ടിടത്തിന് പുറത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഈ ബോംബ് ഭീഷണി വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.